എന്റെ കുടമാളൂർ ഭഗവതി, ആരായി ഹോൺ അടിച്ചേ? ഞാൻ പേടിക്കൊന്നുമില്ല കേട്ടോ. പഴുക്ക വെക്കി ഇത്ര നേരം വൈകിന്ന് വെച്ച് അതുകൊള്ള പടികത്തിലെ ഹോണടി ഏറ്റളിയ. അർജുനൻ, അർജുനൻ, എന്നെ ഇങ്ങനെ ആരും പേടിപ്പിക്കാന്ന് വിചാരിക്കണ്ട. അങ്ങനെ ഒന്നും പേടിക്കില്ലേ തത്ത. ആഹാ, അത് ശരി. അർജുനൻ മനസ്സിലാക്കിക്കോ. അർജുനൻ നല്ല കിളി തത്ത. മനുഷ്യനെ ഇങ്ങനെ പേടിപ്പിക്കാ നീ? വെറുതെ ഇല്ല നാട്ടുകാർ കുടമാളരുന്ന് ഓടിച്ചു വിട്ടത്. ഇവിടെ വന്നിട്ടോ ഒരു മൂങ്ങാപ്പട്ടി പോലും ഇല്ല തിരിഞ്ഞു നോക്കാൻ. മുറുക്കണേ തത്ത തരണം, അടയ്ക്ക. ഇത് വല്ലോ കേൾക്കുന്നുണ്ടോ ആവോ? എന്റെ ഭഗവതി, ഈ തത്തോട് പിണങ്ങരുത്. തത്തയ്ക്ക് ദേഷ്യം വന്ന എങ്ങനെയാ നിനക്കറിയാലോ. നിനക്കുള്ള വെറ്റിലെ അടയ്ക്ക്. അർജുനൻ, ഫൽഗുനൻ, ഭർത്തൻ, എടാ മമ്മദേ, നീ പറഞ്ഞ പോലെ ഇനി തത്ത തന്നെയാടാ എന്റെ കിളി. അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചാലോ? ഇന്നു മുതൽ എരുമത്തടം ജോസിൽ പ്രദർശനം ആരംഭിക്കുന്നു പാവാട. തരളിതയായ ഒരു പാവാടക്കാരിയുടെ നെഞ്ചകത്ത വേദനയെ കുളിരാക്കി മാറ്റിയ നിലാവുള്ള രാത്രിയുടെ കഥ പാവാട. സംഭ്രമജനകമായ ആവിഷ്കാര രീതി കൊണ്ടും അത്യുജ്വലമായ ഛായാഗ്രഹണത്തിന്റെ നിറക്കൂട്ടുകൊണ്ടും പുതുമയുടെ പൂമഴ പെയ്യിച്ചുകൊണ്ട് പാവാട ഇന്നു മുതൽ എരുമത്തടം പാവാട. എടാ ഈത്തപ്പഴോ ഞാൻ ഇത്തിരി ബേസും ബാസും എക്കോയും കൂട്ടിക്കൊണ്ടുപോയി അനത്തിക്കോ. അനൗൺസ്മെന്റ് കേട്ട് ജനം കിറങ്ങി കൊട്ടകയിലെത്തണം. പുലിക്കോട്ടൈ വാലിബന്റെ പുലിമടയിൽ കിടക്കട്ടെ എരുമത്തടത്തിന്റെ ഒരു കുഴിവെടി. സുഹൃത്തുക്കളെ, നാളെയാണ് പുലിക്കോട്ടെ വാലിബന്റെ മഹത്തായ 3-ാം ദിവസം. ഈ വാലിബ വിളംബരത്തിന്റെ കൂടെ നിനക്ക് ലാറ്ററി കച്ചവടം ഉണ്ടോ? ഇല്ല, കൂടെ വെണ്ണ ബിസ്ക്കറ്റ് വിൽക്കും. സരളതയായ ഒരു പാവാടക്കാരിയുടെ നെഞ്ചകത്ത വേദനയെ കുളിരാക്കി മാറ്റിയ നിലാവുള്ള രാത്രിയുടെ കഥ. ജോസിന്റെ പൊടി ഞാൻ വലിച്ച വരുത്തന്മാരുത്തുമ്പോ ഈ പൊടി പെശക. നീ എന്റെ പാവാടയ്ക്ക് വാലിബന്റെ മസാല അരക്കല്ലേ? ഈ എരുമയുടെ പാവാട ഞങ്ങള് ചുരിദാറാക്കും. അല്ല ജിഞ്ചറ പോടാ, അവന്റെ അമ്മൂമ്മയുടെ വാലിബൻ. ഇതാര് ഞങ്ങളുടെ ജനറേറ്റർ. ഉണ്ണിയപ്പവും റോസാപ്പൂവും രാജിന് ഇഷ്ടമാ. മനോരാജ്യത്തിന്റെ ഒരു ലോക്കൽ റിപ്പോർട്ടറാ, മണ്ണാർക്കാട് മത്തായി. കാലക്കൻ ഐഡിയ എവിടെ ഒപ്പിച്ചു? സിനിമാ പ്രസ്ഥാനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ കരിങ്കൽ ചുവരുകൾക്കകത്തു നിന്ന് പ്രൊജക്ടറുകൾ റീലുകളിലേക്ക് ഉഗ്ര ക്യാപ്ഷൻ. എന്റെ മത്തായി മാപ്പിളെ കുഴക്കല്ലേ, ഈ പണിക്ക് ഇപ്പോഴേ ആവശ്യത്തിന് പാരകളാ. ഇനി വീലുമ്മത്തർക്കത്ത് കണ്ടേച്ച് വേണം ഓരോരുത്തന്മാർ ഈ പണിയായിട്ട് ഇറങ്ങാൻ. അതുകൊണ്ട് ജീവിച്ച് പൊക്കോട്ടളിയാ. ഞാനെന്തായാലും എന്റെ ക്യാമറ പിടിച്ചു വാങ്ങണ്ടായിരുന്നു. അതന്നെ തിരിച്ചു തന്നല്ലോ. അതെ, മത്താശിങ്ങ വന്നേ. ഇനി ഇവിടെ നിന്നാലേ മണ്ണാർക്കാട്ടേക്കുള്ള വണ്ടി പോകും. നിന്നെ ഞാൻ എടുത്തോളാ. അവന്റെ ഫ്ലാഷ് വലിയപ്പോ ഇടിമിന്നലേറ്റ പോലെയായി. എല്ലാം അവസാനിച്ചു വിചാരിച്ചു. നിന്റെ കിടുകിടി ഞാൻ ഉടച്ചിരിക്കും. മത്തായാണ് ഞാൻ. കാണടാ, ഇത് നമ്മുടെ മറ്റവളല്ലേ? മനുഷ്യന്റെ പ്രിങ്ങോട് കയറി നിൽക്കുമ്പോഴാ മറ്റേ മറ്റവളും. ഏതവള്? നമ്മൾ അടയ്ക്ക അടക്കേ